ഹലോ എവ്രി വൺ, വെൽക്കം ടു AZB അക്കാഡമി. നമ്മൾ ഇന്ന് CPOയുടെ എക്സാമിന് വേണ്ടിയുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. പുതിയ നിയമമായ BNS ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കുന്ന ഏരിയ സാമാന്യമായ അപവാദങ്ങൾ അഥവാ ജനറൽ എക്സെപ്ഷൻസ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പൊതുവെ പറയാറുണ്ട്. ആ ഒരു ഏരിയ ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ സിലബസ് ഇന്ന് നോക്കുന്ന ഏരിയയുടെ സിലബസ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ജനറൽ എക്സെപ്ഷൻസ് ആണ് അഥവാ ന്യായമായ അപവാദങ്ങൾ. ഇതാണ് നമ്മുടെ ഏരിയ നോക്കുന്നത്. അപ്പൊ ഇന്ന് ഇതിന്റെ ബേസ് ആണ് എന്താണ് ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുക. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് എൻ്റെ ജീവനെയും എൻ്റെ സ്വത്തിനെയും സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സ്വത്തും സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. ആരും തന്നെ നിങ്ങളെ അതിൽ നിന്നും തടയുകയില്ല, അല്ലെ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വത്തും ഇതൊക്കെയും സംരക്ഷിക്കാൻ എന്തുണ്ട്? അവകാശമുണ്ട്. ആരും നമ്മൾ അതിൽ നിന്ന് തടയുകയില്ല, അല്ലെ? മാത്രമല്ല, ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങൾ ആ വ്യക്തിക്ക് അറിയാം. ഞാനിപ്പോ ഒരാളെ ഉപദ്രവിക്കുന്നത് എനിക്കറിയാം എന്ത് പറ്റുമെന്ന് അറിയാം. ഒരാളെ കൊല്ലുകയാണെങ്കിൽ എനിക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്ന് അറിയാം, ഇല്ലേ? എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഒരാളെ കൊല്ലും, ഇടിക്കും, മുറിവേൽപ്പിക്കും, അല്ലെ? ചില സാഹചര്യങ്ങളാണ് സ്വയരക്ഷയ്ക്കൊക്കെ വേണ്ടി ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിയമത്തിൽ നിന്നും ശിക്ഷ കിട്ടുമോ? അറിയാതെ അബദ്ധത്തിൽ പറ്റുന്നത് കിട്ടുമോ? ഇല്ലേ, അല്ലെ? ക്രിമിനൽ ബാധ്യതയിൽ നിന്നും ലൈബിലിറ്റിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്, അല്ലെ? ആ ഒരു ഏരിയ ആണ് സാമാന്യമായ അപവാദങ്ങൾ, ജനറൽ എക്സെപ്ഷൻ, സെക്ഷൻ 14 മുതൽ 44 വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും, അല്ലെ? ഒരു വ്യക്തി ആക്രമണകാരിയായി മറ്റൊരാളെ ആക്രമിക്കുമ്പോൾ ആക്രമണം ഏറ്റ വ്യക്തി അതിനെ പ്രതിരോധിക്കും. എന്നെ ഒരാൾ ഇടിക്കാൻ വന്നാൽ ഞാൻ അതിനെ പ്രതിരോധിക്കും. എന്നെ ഒരാൾ ഉപദ്രവിച്ചാൽ ഞാൻ തിരിച്ചു പ്രതികരിക്കും, അല്ലെ? അപ്പൊ ആ പ്രതിരോധത്തിനിടയിൽ ആക്രമണകാരിക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ പരിക്കേൽപ്പിച്ച വ്യക്തി കുറ്റക്കാരനല്ല. കാരണം എന്നെ ഉപദ്രവിക്കാൻ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ വ്യക്തിയെ പരിക്കേൽപ്പിച്ചത്. എന്നെ ഉപദ്രവിക്കാൻ വന്നതിന്റെ ഭാഗമായിട്ട് എനിക്കിത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്താൽ കുറ്റക്കാരൻ അല്ല, കുറ്റക്കാരൻ അല്ല എന്ന് പറയുന്നുണ്ട്. എവിടെയാണത് പറയുന്നത്? അത് പറയുന്നത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 14 മുതൽ 44 വരെ പറയുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തുകൊള്ളൂ, കുഴപ്പമില്ല, ഇല്ലേ എന്ന് പറയുന്നു, അല്ലെ? അപ്പോ ഒരു വ്യക്തിയെ സംരക്ഷിക്കണം, മറ്റൊരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ചെയ്തെങ്കിൽ ശിക്ഷ കിട്ടില്ല, അല്ലെ? ഇപ്പൊ ഒരാളെ ഉപദ്രവിക്കുന്നത് കുറ്റമാണ്, പക്ഷെ ചെയ്തത് എന്റെ ജീവൻ രക്ഷിക്കാൻ, എന്റെ സുഹൃത്തിന്റെ, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ, എന്റെ കുടുംബത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട ഒരു തെറ്റ് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റമുണ്ടെങ്കിൽ കുറ്റമല്ലാതാക്കി മാറ്റാൻ കഴിയും. ഏതാണ് അങ്ങനെ കുറ്റത്തെ കുറ്റമല്ലാതാക്കി മാറ്റുന്ന ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷനാണ് 14 മുതൽ 44 വരെ. അപ്പൊ ഭാരതീയ ന്യായ സംഹിത 2023 മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താണ്? മൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നുണ്ട്. സാമാന്യമായ അപവാദങ്ങൾ, ജനറൽ എക്സെപ്ഷൻസ്, സെക്ഷൻ 14 മുതൽ 44 വരെ ഇത് എവിടെ കൊടുത്തിട്ടുണ്ട്? മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ സ്വത്ത് ഇതിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതിന് എതിരെ ആര് നിന്നാലും നിങ്ങൾക്ക് പ്രതികരിക്കാമെന്നാണ്. അപ്പോ മൂന്നാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു കുറ്റത്തെ കുറ്റമല്ലാതാക്കി മാറ്റും. എന്താണ്? ഒരു കുറ്റത്തെ കുറ്റമല്ലാതാക്കി മാറ്റും, അല്ലെ? നമ്മൾ ചെയ്യുന്ന ഒരു കുറ്റം, പ്രവർത്തിക്കുന്ന ഒരു കുറ്റം, കുറ്റകൃത്യം എന്തായി മാറും? അത് കുറ്റമല്ലാതാക്കി മാറ്റും, അല്ലെ? കുറ്റത്തെ കുറ്റമല്ലാതാക്കി മാറ്റും. അല്ലെങ്കിൽ ഒരു കുറ്റം ലഭിച്ചാൽ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കിവിടും. ഇത് എക്സാമിന് ചോദിക്കും. ഒരു കുറ്റത്തെ കുറ്റമല്ലാതാക്കി മാറ്റുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ ഏത്? സെക്ഷൻ 14 മുതൽ 44 വരെ. അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്താൽ ശിക്ഷിക്കാതെ വിടുന്ന ഭാരതീയ ന്യായ സംഹിതയുടെ, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്ന ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഏതാണ്? സെക്ഷൻ 14 മുതൽ 44. അല്ലെങ്കിൽ ഒരു കുറ്റത്തെ കുറ്റമല്ലാതാക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിൽ എവിടെയാണ്? അത് സാമാന്യമായ അപവാദങ്ങൾ, ജനറൽ എക്സെപ്ഷൻസ് ആണ്. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഒരു കുറ്റത്തെ കുറ്റമല്ലാതാക്കി മാറ്റൂ എന്നല്ല, ശിക്ഷ, ഒരു കുറ്റത്തിന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഭാരതീയ ന്യായ സംഹിത 2023 ഏത് ഏരിയയാണ്? സാമാന്യമായ അപവാദങ്ങൾ, ജനറൽ എക്സെപ്ഷൻസ്, അല്ലെ? ഇത്രയും കാര്യങ്ങൾ ആണ് ബേസ് ഉള്ളത്. ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ട്, നമ്മളത് പഠിക്കും. ഈ
സാമാന്യമായ അപവാദങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് നന്നായി പഠിക്കണമെങ്കിൽ, കൃത്യമായി പഠിക്കണമെങ്കിൽ AZB അക്കാഡമിയുടെ സല്യൂട്ട് എന്നൊരു ബാച്ച് ഉണ്ട്. നിങ്ങൾ അതിൽ ഓൺലൈൻ വഴി നിങ്ങൾ അത് ജോയിൻ ചെയ്യുക. ഇതിൽ ജോയിൻ ചെയ്ത ഒരു പ്രത്യേകത എന്തെന്നറിയാമോ? ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഡ് ഉപയോഗിക്കണം. അനന്തു 20, അനന്തു 20, അനന്തു 20 ഫാക്കൽറ്റി കോഡ് അല്ലെങ്കിൽ കൂപ്പൺ കോഡ് എന്ന് വിളിക്കുക. ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീസ് 20% ഡിസ്കൗണ്ട് കിട്ടണം അല്ലെ? അപ്പൊ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്താൽ എന്താണ് അഡ്വാൻറ്റേജ്, എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? BNS ആകട്ടെ, അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് BNSS ആകട്ടെ, BSA ആകട്ടെ, എക്സെട്ര, അത് ഏതുമാകട്ടെ, നിങ്ങൾക്ക് വളരെയധികം ഡിസ്കൗണ്ടിൽ എന്താണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ വളരെയധികം ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യുക മാത്രമല്ല, നമ്മൾ പഠിപ്പിക്കുന്ന നോട്ട് മാത്രം മതി. ആ നോട്ട് വെച്ച് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ നോട്ടിലുള്ളതിന്റെ അപ്പുറം എക്സാമിനും ചോദിക്കില്ല. കാരണം നമ്മൾ ഒറിജിനൽ ഭാരതീയ ന്യായ സംഹിതയുടെയും നിയമങ്ങളുടെ ബുക്ക് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ മറ്റ് അക്കാഡമികളുടെ ബുക്കൊന്നുമല്ല. അപ്പൊ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്താൽ നമ്മുടെ നോട്ട് മാത്രം എടുത്താൽ മതി. വേറൊരു അക്കാഡമികളുടെ ബുക്കോ നോട്ടോ ഒന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ തരുന്നത് അത് മാത്രം നോക്കിയാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തരുന്ന മെറ്റീരിയൽ, ഞങ്ങൾ തരുന്ന ബുക്ക്, കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതിൽ നിന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അത് ഡീറ്റെയിൽ നോട്ടാണ്. BNS ഒറിജിനൽ വെച്ചൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് നോക്കൂ. അപ്പൊ മറക്കരുത്, അനന്തു 20 എന്ന കോഡ് ഉപയോഗിച്ച് സ്പെഷ്യൽ ടോപ്പിക് ജോയിൻ ചെയ്യുക. 40 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് 40-ൽ 40 നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. കാരണം ഒറിജിനൽ നിയമങ്ങളാണ്. റാങ്ക് ഫയൽ ഒരിക്കലും നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് നമ്മുടെ റാങ്ക് ഫയൽ ഒന്നും എടുക്കരുത്. ഇത് മാത്രം മതിയാവും, പഠിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയ ജനറൽ എക്സെപ്ഷൻസ് ആണ്, സാമാന്യമായ അപവാദങ്ങൾ, സെക്ഷൻ 14 മുതൽ 44 വരെ. ഇതിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. എന്താണ്? ഒരു കുറ്റത്തെ കുറ്റമല്ലാതാക്കി മാറ്റും. എന്താണ്? ഒരു കുറ്റത്തെ കുറ്റമല്ലാതാക്കി മാറ്റും. ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്താൽ അതിന് കുറ്റമല്ല എന്ന് പറയും, സ്വയരക്ഷയ്ക്ക് വേണ്ടി അല്ലെ? സ്വയരക്ഷയ്ക്ക് വേണ്ടി. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഒരു സംഭവം നടന്നു. അതായത് ചെന്നൈയിൽ ഒരു പിതാവിനെ സ്വന്തം മകൾ കൊന്നു, അച്ഛനെ മകൾ കൊന്നു. ആ വാർത്ത വായിച്ചപ്പോൾ ഞെട്ടലോടുകൂടിയാണ് വായിച്ചത് അല്ലെ? എന്തുകൊണ്ട് കൊല്ലണം? ജന്മം തന്ന പിതാവിനെ എന്തുകൊണ്ട് കൊന്നു അല്ലെ? ആ കുട്ടി വളരുന്നതിൽ നിർണായകമായ പങ്ക് ഒരുപക്ഷെ പിതാവിനുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആ മകൾ, ആ പിതാവിനെ ആ മകൾ എന്തുകൊണ്ട് കൊന്നു? ചോദ്യമാണ് അല്ലെ? ആരും ചിന്തിച്ചു പോകും, എന്തുകൊണ്ട് കൊന്നു? കോടതിയിൽ കേസെത്തുന്നു. ഏത് കേസും കോടതിയിൽ എത്തുന്ന പോലെ ഈ കേസും കോടതിയുടെ മുമ്പിലെത്തി. കോടതിയുടെ മുമ്പിലെത്തി വാദങ്ങളെല്ലാം കഴിഞ്ഞു. കോടതി അവസാനം പെൺകുട്ടിയെ വെറുതെ വിട്ടു. സ്വന്തം പിതാവിനെ കൊന്ന കേസിൽ മകളെ വെറുതെ വിട്ടു. അപ്പോൾ നിങ്ങൾ വീണ്ടും ആലോചിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ വെറുതെ വിട്ടത്? എന്തുകൊണ്ട് അത് ചെയ്തു? അവിടെയാണ് കോടതി ജനറൽ എക്സെപ്ഷൻ, സാമാന്യ അപവാദങ്ങൾ, സെക്ഷൻ 14 മുതൽ 44 വരെയുള്ള പ്രൊവിഷനാണ് അവിടെ നോക്കി. കോടതി വെറുതെ വിട്ട കാരണം ഇത്രയേ ഉള്ളൂ. ആ അപ്പൻ സ്വന്തം മകളെ, സ്വന്തം ചോരയെ ബലാത്സംഗം ചെയ്യാൻ, റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ആദ്യം മാതാവും മകളും എതിർത്തു, നടന്നില്ല. വീണ്ടും എതിർത്തു, നടന്നില്ല. പലപ്പോഴായി. മാത്രമല്ല, പിതാവ് മദ്യപിച്ചിട്ട്, പെൺകുട്ടിയുടെ പിതാവ് മദ്യപിച്ചിട്ടാണ് വന്നത്. മദ്യപിച്ച് ബോധമില്ലായി അല്ലെ? വീണ്ടും വീണ്ടും എതിർത്തു. പെൺകുട്ടി എന്തായാലും ബലാത്സംഗത്തിന് ഇരയാകുമെന്നൊരു ചിന്ത ആ പെൺകുട്ടിയുടെ ഉള്ളിൽ വരികയും പ്രതികരിച്ചു നോക്കി, നടന്നില്ല. വാക്കുകൊണ്ട് പ്രതികരിച്ചു, ഒഴിഞ്ഞു മാറാൻ നോക്കി, കൈകൾ ഉപയോഗിച്ച്, കാലുപയോഗിച്ചൊക്കെ പിടിച്ചു മാറ്റി, നിന്നില്ല. അവസാനം തന്റെ മാനം രക്ഷിക്കുവാൻ ഒരു ബലാത്സംഗത്തിൽ നിന്ന്, ക്രൂരമായ കുറ്റകൃത്യത്തിൽ നിന്ന്, സ്വന്തം പിതാവിൽ നിന്നുള്ള ആ ക്രൂരമായ കുറ്റകൃത്യത്തിൽ ഒഴിവാകുവാൻ ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം പിതാവിനെ ജീവൻ തന്ന, അല്ലെങ്കിൽ ജന്മം തന്ന, സ്വന്തം ചോരയായ വളർത്തിയ പിതാവിനെ കൊല്ലുക മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയൂ. കാരണം ബലാത്സംഗം എന്ന വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിക്കാണ് അവിടെ ഇരയാവുന്നത്. കോടതി കാര്യങ്ങൾ മനസ്സിലാക്കി കോടതി പറഞ്ഞു, വെറുതെ വിട്ടിരിക്കുന്നു. കാരണം സാമാന്യമായ അപവാദങ്ങളുടെ പ്രത്യേകത, ഒരു കുറ്റം ചെയ്താൽ അതിനെ കുറ്റമല്ലാതാക്കി മാറ്റും. ഒരു കുറ്റം ചെയ്താൽ ശിക്ഷയുണ്ടെങ്കിൽ ആ ശിക്ഷയെന്ന് മാറ്റാൻ പറ്റും. അപ്പൊ പെൺകുട്ടി ചെയ്തത് തെറ്റോ ശരിയോ? പെൺകുട്ടി ഒരാളെ കൊന്നു, തെറ്റാണ്. എന്നാൽ ചോദ്യം, ഉടൻ നിയമത്തിന് മുമ്പിൽ ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് കൊന്നു അല്ലെ? നീതി നടപ്പിലാക്കപ്പെടണം, നീതി നടപ്പിലാക്കപ്പെടണം. എന്തുകൊണ്ട് കൊന്നു എന്നൊരു ചോദ്യം വരും.
അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. ഉപദ്രവിക്കാൻ ശ്രമിച്ചു, എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെ, എന്റെ അപമാനത്തിന് ക്ഷതമേൽക്കുവാൻ, അല്ലേ, എന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. ആ സമയത്ത് എന്റെ മുമ്പിൽ മറ്റു വഴികളില്ല. എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, എന്റെ പിതാവിനെ കൊല്ലുക. ഞാനത് ചെയ്തു, അല്ലെ. തെറ്റായിരിക്കാം, തെറ്റാണ് ഞാൻ ചെയ്തത്, തെറ്റാണ്. നിയമപ്രകാരം നോക്കുമ്പോൾ ഒരു കൊലപാതകമാണ് ഞാൻ ചെയ്തത്. പക്ഷെ എന്റെ വേറെ വഴിയില്ല. എനിക്ക് എന്റെ ശരീരത്തെയും എന്നെയും ഒക്കെയും എനിക്ക് സംരക്ഷിക്കണം. ഞാനെന്ന ജീവൻ എനിക്ക് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ചെയ്തു. അങ്ങനെ കോടതി വെറുതെ വിടുകയുണ്ടായ ഒരു കേസാണ് അത്. ഇതാണ് സാമാന്യമായ അപവാദങ്ങൾ ജനറൽ എക്സെപ്ഷൻ സെക്ഷൻ 14 മുതൽ 44 വരെ ഉള്ളത് പറയുന്നു. 14 മുതൽ 44 വരുന്നത് ഇതാണ്. അപ്പൊ മറക്കരുത്. അനന്തു 20 എന്ന കോഡ് ഉപയോഗിച്ച് ഇന്ന് തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം മാത്രം മതി. ആ നോട്ട് മാത്രം വെച്ച് നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്, അല്ലെ, സുപ്രധാനമായിട്ടുള്ള നിയമങ്ങൾ, ചില ഏരിയ നിങ്ങൾക്ക് എവിടെ ഉണ്ട്, CPO എക്സാം ഉണ്ട്, മൊത്തവും ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മൾ എഴുതുന്ന നോട്ടും ക്ലാസ്സും മാത്രം മതിയാവും. അതിന്റെ അപ്പുറത്തേക്ക് പോകത്തില്ല. ഒറിജിനൽ നിയമപുസ്തകങ്ങൾ വെച്ചും സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ വെച്ചും കൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. റാങ്ക് ഫയൽ നിങ്ങളപ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തരുന്ന നോട്ട് വഴി അല്ലാതെ മറ്റൊന്നും തന്നെ എടുക്കേണ്ടതില്ല. ഇന്ന് നമ്മൾ ഇത്രയുമാണ് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ടോപ്പിക്കുമായി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.